കഴിഞ്ഞ ദിവസമുണ്ടായ നെയ്യാറ്റിൻകര സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. തത്സമയം മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം ഡോക്ടർ, അത് കഴിഞ്ഞ് വീണ്ടും ജില്ലാശുപത്രിക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഡോക്ടർ. സൂപ്രണ്ട് ഇവിടെ വരണം, കാര്യം അന്തസ്സുണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു. സൂപ്രണ്ട് ഈ കസേരയിൽ നിന്ന് കാണുമായിരുന്നു, ഇത് പറയാനുള്ള ഉത്തരം കാണുമായിരുന്നു. അതുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല, സൂപ്രണ്ട് ഇവിടെ വന്നേ പറ്റൂ. ബാക്കി ഇനി എന്ത് സംഭവിച്ചാലും ഈ ആശുപത്രിക്കെതിരെയുള്ള പോരാട്ടം, ഇവിടെ മരിച്ച ഒരാളാണെങ്കിലും ഇനി ഒരു മരണം സംഭവിക്കാൻ പാടില്ല. അതാണ് ബിജെപിയുടെ ആവശ്യം, യുവമോർച്ചയുടെ ആവശ്യം. ഒരൊറ്റ മരണവും ഈ നാട്ടിൽ സംഭവിക്കരുത് ഇനി ഈ ആശുപത്രിയുടെ പേരിൽ. ആദ്യത്തെ വിഷയമല്ല, ഇതെന്ന് ഇവിടെ നടക്കുന്ന ആദ്യത്തെ വിഷയമല്ല. നിരന്തരമായി നമുക്ക് കോളുകൾ വരുന്നുണ്ട്. ഓപ്പറേഷനിൽ അപാകത, ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികള് പുഴുവരിച്ച് കിടക്കുന്ന സാഹചര്യം. ഇതെന്ത് ആശുപത്രിയാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഈ സേവാ കേന്ദ്രം ഇവിടെ നടക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാരന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ആശുപത്രി. ഇവിടെ എന്ത് സേവനമാണ് ഇവിടെ നടക്കുന്നത്? നാണക്കേടാണ് ഞങ്ങൾക്കിത് പറയാൻ. ജനറൽ ഹോസ്പിറ്റൽ എന്ന ബോർഡ് വെച്ചിട്ട് ഇവിടുത്തെ സാധാരണക്കാരനെ കൊന്നുകളയുകയാണ്. ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും പ്രൈവറ്റ്, വൈകുന്നേരം ആവുമ്പോൾ പ്രൈവറ്റ് ചികിത്സയാണ്. 100 കണക്കിന് രൂപ, 300, 400 രൂപ ഫീസ് വാങ്ങി സാധാരണക്കാരന് വാങ്ങി ഇവിടെ ചികിത്സിക്കുന്നു. എന്ത് കഷ്ടപ്പാടാണിത്? സൂപ്രണ്ട് ഇന്ന് ഒളിച്ചോടിയിരിക്കുന്നു. ഉത്തരം പറയേണ്ട സൂപ്രണ്ട് ഇന്ന് ഒളിച്ചോടിയിരിക്കുന്നു. ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ് പോലീസ്, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രതിഷേധത്തെ ഭയക്കുകയല്ല വേണ്ടത്. പ്രതിഷേധങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വലിയ പ്രതിഷേധമാണ് ബിജെപി പ്രവർത്തകർ ഉയർത്തുന്നത് എന്നുള്ളതാണ്. എന്താണ് അവർ പറയുന്നത്? ഒപ്പം നമ്മൾ നേരത്തെ കണ്ട ബൈറ്റുകളിലൊക്കെ നമ്മൾ കേട്ടതാണ്, ബന്ധുക്കൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും ശക്തമായി പ്രതിഷേധം ബിജെപി പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലും പാർട്ടി പ്രവർത്തകർ സംയുക്തമായി തന്നെ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇവിടെ എത്തിയ രോഗിയുടെ അദ്ദേഹം കടുത്ത നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. എന്നാൽ അദ്ദേഹത്തെ ക്യൂ നിൽക്കാനുള്ള നിർദ്ദേശമാണ് സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നും, ക്യൂ നിന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള നിർദ്ദേശമാണ് സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകി എന്നാണ് ഡോക്ടർമാർ അവകാശപ്പെടുന്നത്. സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. അദ്ദേഹത്തിന് ECG അടക്കം എടുത്തിരുന്നു. അതിനുശേഷം മരുന്ന് നൽകുകയും ചെയ്തു. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ റെഫർ ചെയ്തു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനായി കാത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും മരണപ്പെടുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തത് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. എന്തായാലും ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ ഡോക്ടർമാർക്കും ഒരു അനാസ്ഥയുണ്ടായിട്ടുണ്ട് എന്നാണ്. വളരെ നെഞ്ചുവേദന കടുത്ത രീതിയിലാണ് രോഗി ഇവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് ചികിത്സ നൽകാൻ ആവശ്യമായ ചികിത്സ നൽകാൻ തയ്യാറായില്ല എന്ന ആരോപണം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബിജെപിയും അതുപോലെ തന്നെ യുവമോർച്ചയും ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ ഉപരോധം തീർക്കുകയാണ്. പുറത്തും ബിജെപി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ ആശുപത്രിയിൽ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് യുവമോർച്ച പ്രവർത്തകർ ആരോപിക്കുന്നത്. 2 ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്തുന്ന സമയത്ത് ആ ഡോക്ടർമാർ കാണാൻ അത്രയ്ക്ക് തിരക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു. എന്തിനായാലും ശക്തമായ പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും സൂപ്രണ്ട് ഇവിടെ എത്തണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സൂപ്രണ്ട് എത്തി ഇതിന് മറുപടി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം തീർക്കുന്നത്. നിലവിൽ ഇപ്പോൾ മരിച്ച രാജ്കുമാറിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നെയ്യാറ്റിൻകര ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെയാണ് ഈ മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മാറ്റുകയും ചെയ്യും. ശക്തമായ പോലീസ് കാവൽ അടക്കം ഈ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഉണ്ട്. ഇപ്പോൾ സൂപ്രണ്ട് ഇങ്ങോട്ടേക്ക് എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം യുവമോർച്ച പ്രവർത്തകർ തീർക്കുകയാണ്. രജിത, അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇതാദ്യമായല്ല ഈ ഇത്തരത്തിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് കണ്ടിട്ടുമുള്ളതാണ്. എന്താണ് ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്?
തീർച്ചയായും ഇക്കാര്യത്തിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കൃത്യമായി തന്നെ സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ DMO അടക്കമുള്ള അധികൃതർ ഇവിടേക്ക് എത്തും. കൂടുതൽ ആരോഗ്യവകുപ്പിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്നലെ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നു. ആവശ്യമായ എല്ലാ ചികിത്സയും പ്രാഥമിക ചികിത്സകൾ കൃത്യമായി തന്നെ നൽകിയിരുന്നു എന്നാണ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം ആണ് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കിയില്ല, അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് മരണം സംഭവിച്ചത് എന്ന കാര്യം ആശുപത്രി അധികൃതർ നിഷേധിക്കുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തുതന്നെയായാലും സൂപ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് സൂപ്രണ്ട് ഇപ്പോൾ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. സൂപ്രണ്ടുമായി അധികൃതർ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂപ്രണ്ടുമായി പ്രവർത്തകർ യുവമോർച്ചയുടെ യുവമോർച്ച ജില്ലാ നേതൃത്വം അവർ ചർച്ച നടത്തുകയാണ്. ഇക്കാര്യത്തിൽ ഒരു കർശന നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒപ്പം തന്നെ ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യം ഒരുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നു. പലപ്പോഴും ഇവിടെ എത്തുമ്പോൾ 2 ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ ചികിത്സാ സൗകര്യം ഒരുക്കാൻ തയ്യാറാകുന്ന തരത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധവുമായി ഡോക്ടറുടെ ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചികിത്സയിലെ കാലതാമസത്തിൽ വലിയ പ്രതിഷേധമാണ് BJP ഉയർത്തുന്നത് എന്നുള്ളതാണ്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിന് മുൻപിൽ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന സാഹചര്യം. പോലീസ് അടക്കം അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തത്സമയമാണ് കാണുന്നത്. നേരത്തെ കണ്ട ബൈറ്റുകളൊക്കെ BJP പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇതിനൊരു പരിഹാരമുണ്ടാകണം. ഇതിനു മുൻപും ഇത്തരത്തിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവുകളും കാലതാമസവും ഒക്കെ വ്യാപക പരാതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് BJP പ്രവർത്തകരും പറഞ്ഞു വെക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെയും നീക്കം. വലിയ പ്രതിഷേധമാണ് BJP ഉയർത്തുന്നത് എന്നുള്ളതാണ്.